കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഇന്ത്യയിൽ ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും അനിഷേധ്യ നേതാവായിരുന്നു മോദി. മോദിയുടെ പ്രഭാവത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റു. ബി.ജെ.പിയുടെ പല കോട്ട കൊത്തളങ്ങളും ഇന്ത്യ മുന്നണി പിടിച്ചെടുത്തു. പ്രത്യേകിച്ചും യു പിയിൽ ഇന്ത്യ മുന്നണി വലിയൊരു കുതിച്ചുകയറ്റമാണ് നടത്തിയത്. അതോടുകൂടി മോദി ഫാക്ടർ എന്നുള്ളത് തകർന്നടിഞ്ഞു. ആർ.എസ്.എസിന്റെ നിസ്സഹകരണമാണ് ഇത്രയും വലിയ തകർച്ചയ്ക്ക്, യു പിയിലൊക്കെ ഇത്രയും വലിയ തകർച്ചയ്ക്ക് കാരണമായതെന്ന് മോദിയും തിരിച്ചറിഞ്ഞു. അതിനുശേഷം മോദി അധികാരത്തിൽ വന്നെങ്കിലും ആർ.എസ്.എസുമായി എപ്പോഴും ഒരു ശീതസമരം നടക്കുകയാണ്. ഇപ്പോഴും ആർ.എസ്.എസ് ആഗ്രഹിച്ചത് അവരുടെ പ്രിയ പുത്രനായ നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കാനായിരുന്നു. നിതിൻ ഗഡ്കരി ആർ.എസ്.എസ് പാരമ്പര്യത്തിൽ നിന്നുള്ള ആളാണ്, മിതവാദിയാണ്. പക്ഷേ മോദിയെ പെട്ടെന്നൊന്നും കീഴടക്കാൻ നിതിൻ ഗഡ്കരിയുടെ ടീമിന് കഴിയില്ല. പക്ഷേ പാര പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആർ.എസ്.എസ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ചർച്ച ചെയ്യുമ്പോൾ, ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ നിതിൻ ഗഡ്കരി അടക്കം 20 പ്രമുഖ ബി.ജെ.പി എംപിമാരാണ് മാറുന്നത്. ഈ ബി.ജെ.പി എംപിമാരൊക്കെ ആർ.എസ്.എസിനോട് അനുഭാവം പുലർത്തുന്നവരാണ്. ഇതിലൂടെ അവർ മോദിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. എക്കാലവും മോദിയുടെ ഏകാധിപത്യം നടക്കില്ല. ഇനി അങ്ങോട്ട് ഞങ്ങൾ കൂടി പറയുന്നത് കേൾക്കണം. ഇതാണ് മോദിക്ക് ഈ 20 എംപിമാർ കൊടുത്ത മുന്നറിയിപ്പ്. നിതിൻ ഗഡ്കരി ഈ ബില്ലിന്റെ വോട്ടെടുപ്പിൽ നിന്ന് മാറുന്നത് വലിയ വാർത്തയായി മാറിയിരിക്കുന്നു. നിതിൻ ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയാകാൻ അദ്ദേഹത്തിന് എല്ലാവിധ യോഗ്യതകളുമുണ്ട്. പക്ഷേ മോദി, അമിത്ഷാ, നദ്ദ ടീം അതിന് അദ്ദേഹത്തെ അനുവദിക്കില്ല. മോദിയും അമിത്ഷയും നദ്ദയും ചേർന്നാണ് ബി.ജെ.പിയെ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ബി.ജെ.പിക്ക് സമീപകാലത്തൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിതിൻ ഗഡ്കരിയുടെ പ്രധാനമന്ത്രി സ്ഥാനം സ്വാഹയായി മാറുകയും ചെയ്യും. പ്രധാനമന്ത്രി മോഹം സ്വാഹയായി മാറുകയും ചെയ്യും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ നിന്ന് 20 എംപിമാർ വിട്ടുനിന്നത് ബി.ജെ.പി വളരെ ഗൗരവത്തോടെ കാണുന്നു. കാരണം ബി.ജെ.പി കേഡർ പാർട്ടിയാണ്. ആ കേഡർ പാർട്ടിയിൽ നിന്നാണ് 20 എംപിമാർ വിട്ടുനിന്നത്. ഇവരെല്ലാം ആർ.എസ്.എസിനോട് അനുഭാവം പുലർത്തുന്നവരാണ്. മോദിയുടെ ഏകാധിപത്യത്തെ എതിർക്കുന്നവരാണ്. മോദിക്ക് ശേഷം പ്രളയം എന്ന് മോദിയുടെ PR ടീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഇമേജ്. മോദിക്ക് ശേഷം പ്രളയം, ഇതാണ് മോദിയുടെ PR ടീം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ്. ഈ ഇമേജ് ഇപ്പോൾ തകർന്ന് തരിപ്പടമായി. മോദി പറയുന്നത് കേൾക്കുന്നില്ല ബി.ജെ.പി എംപിമാർ. പലരും മോദിയിൽ നിന്ന് വിട്ടുമാറി സ്വന്തം അസ്തിത്വം നിലനിർത്തും. നിതിൻ ഗഡ്കരി ആകട്ടെ മോദി മന്ത്രിസഭയിൽ ഒരു റബലിനെ പോലെയാണ് പെരുമാറുന്നത്. നിർണായകമായ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ നിതിൻ ഗഡ്കരി മാറി നിന്നത് വലിയ ചർച്ചയായി തന്നെ മാറിയിരിക്കുന്നു. നിതിൻ ഗഡ്കരി മോദിയുടെ ഓരോ നീക്കങ്ങളെയും തൻ്റെതായ രീതിയിൽ പ്രതിരോധിക്കുന്നത് ശ്രദ്ധേയം. നിതിൻ ഗഡ്കരിയെ പിന്തുണയ്ക്കുന്ന എംപിമാർ ഒരുപാടുണ്ട് ഇപ്പോഴത്തെ സർക്കാരിൽ. ആ എംപിമാരൊക്കെ നിതിൻ ഗഡ്കരിക്ക് പിന്നിൽ ഏകശിലാഫലകം പോലെ ഉറച്ചു നിൽക്കും.